ഒരു നാടിനെ തീരാ ദുഃഖത്തിലാഴ്ത്തിയ നവംബർ 3 ഒരു കറുത്ത പ്രഭാതം. അത് ആനപ്രേമികളുടെ, പ്രത്യേകിച്ചും തെക്കൻ തിരുവിതാംകൂറിലെയും മധ്യ തിരുവിതാംകൂറിലെയും ആകമാനമുള്ള ഉത്സവപ്രേമികളുടെ തീരാ നഷ്ടവുമായി. ഗുരുവായൂർ കേശവൻ മുതൽ ഇങ്ങോട്ടുള്ള എണ്ണമറ്റ യുഗപുരുഷന്മാർ ജനലക്ഷങ്ങളെ കോൾമയിർ കൊള്ളിച്ച മലയാള ഭൂമി. ഗുരുവായൂർ പത്മനാഭനും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും അടക്കമുള്ള താരകേസരികൾ ആനക്കമ്പക്കാരെ കൊതിപ്പിച്ചു കൊല്ലുന്ന ആനക്കേരളം. ഏതാണ്ട് 1000-ഓളം നാട്ടാനകൾ ജീവിച്ചു പോകുന്ന ആനമലയാളത്തിൽ എന്തായിരുന്നു പുല്ലുകുളങ്ങര ഗണേശന്റെ പ്രസക്തി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒരിക്കലും ഒരൊറ്റ വാക്കിലോ ഏതാനും വാക്യങ്ങളിലോ ഉൾക്കൊള്ളിക്കാനാവുന്നതല്ല. വീണെടുത്ത കൊമ്പുകളും നിലത്തിഴയുന്ന തുമ്പിക്കൈയും എല്ലാറ്റിനുമുപരി കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഇടനീളവുമുള്ള ലക്ഷണോത്തമൻ എന്ന് പറയാം. 5 വർഷത്തിലേറെയായി കേരളത്തിനകത്തും പുറത്തുമായി തുടരുന്ന ആനസഞ്ചാരങ്ങൾക്കിടയിൽ അപാരമായ ശരീരവലിപ്പം കൊണ്ട് E4 എലിഫന്റിനെ തന്നെ വിസ്മയിപ്പിച്ച അതികായൻ എന്നും വിശേഷിപ്പിക്കാം. അതെ, പുല്ലുകുളങ്ങര ഗണേശന്റെ ഗടാഗടിയൻ ശരീരവും അവൻ്റെ ആടിക്കുഴഞ്ഞുള്ള നടപ്പും കണ്ടപ്പോൾ അമ്മമ്മോ, ഇവൻ ആനയച്ചന് ഹിപ്പോപ്പൊട്ടാമസ് അമ്മയിൽ പിറന്ന ഭീമസേനൻ മകനോ എന്നായിരുന്നു ആദ്യത്തെ തോന്നൽ. ആനക്കാര്യങ്ങളിലെ അലകും പിടിയും അവസാന വാക്കും തങ്ങൾ തന്നെ എന്നുറച്ചു വിശ്വസിക്കുകയും തങ്ങൾക്കറിയാത്ത, തങ്ങൾ കാണാത്ത കങ്കേമന്മാരൊന്നും ഭൂമി മലയാളത്തിൽ ഉണ്ടാവില്ലെന്ന് വാതുവയ്ക്കുകയും ചെയ്ത സാക്ഷാൽ പൂരനഗരിക്കാരെ വരെ ഞെട്ടിച്ചു കളഞ്ഞ ആനച്ചന്തം. ആദ്യത്തെ അമ്പരപ്പ് ആഹ്ലാദത്തിനും പിന്നെ അനുമോദനത്തിനും വഴിമാറിയപ്പോൾ എന്ത് വില കൊടുത്തും ഇവനെ തങ്ങളുടെ തട്ടകത്തിലേക്ക് വരവേൽക്കണമെന്ന് തൃശൂർ പൂരത്തിൻ്റെ അമരക്കാർ വരെ മനസ്സിൽ കുറിച്ചിട്ട ബ്രഹ്മാണ്ഡ നായകൻ. അതെ, ഇതെല്ലാമാണ് ഗണേശൻ, അഥവാ ഇങ്ങനെയെല്ലാമായിരുന്നു പുല്ലുകുളങ്ങര ഗണേശൻ, പുല്ലുകുളങ്ങരക്കാരുടെ പ്രിയപ്പെട്ട ഗണേശ പൈതൽ. പക്ഷേ ജീവിതത്തിൽ ഇന്നോളം ലോറിയിൽ കയറിയിട്ടില്ലാത്തതിനാൽ ഗണേശന്റെ നിറസാന്നിധ്യത്തിന് നേരിട്ട് സാക്ഷ്യം വഹിക്കാൻ മധ്യകേരളത്തിലെ ആനക്കമ്പക്കാർക്കായിട്ടില്ലെന്നത് വിധി വൈപരീത്യം. അതെ, നിന്നിടവും ചെന്നിടവുമെല്ലാം സ്വന്തം കാൽക്കീഴിലാക്കി എന്ന പോലെയായിരുന്നു ഗണേശന്റെ ജീവിതയാത്ര. പുല്ലുകുളങ്ങര ഗണേശൻ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഏറ്റവും ചുരുക്കി നമുക്ക് എന്താ പറയാൻ കഴിയുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തെക്കൻ കേരളത്തിൻ്റെ ഭാഗ്യം എന്ന് തന്നെ പറയാം പുല്ലുകുളങ്ങര ഗണേശനെ പറ്റി പറയുമ്പോൾ. കാരണം പ്രത്യേകിച്ച് ആനയുടെ സ്വഭാവം തന്നെ ഏതൊരാൾക്കും അടുത്ത ഏത് ചെറിയ കുട്ടിക്കാണെങ്കിലും അടുത്ത് പെരുമാറാൻ പറ്റുന്ന ഒരു ആനയായിരുന്നു. നമ്മൾ എല്ലാ ആനകളെ കുറിച്ചും ആളുകൾ പറയുന്നൊരു കാര്യമല്ലേ, ഏത് കുട്ടികൾക്ക് അങ്ങനെ എല്ലാവരും പറയും. പക്ഷേ അങ്ങനെയുള്ള ആനകൾ തന്നെ വലിയ അപകടങ്ങളൊക്കെ സൃഷ്ടിക്കാറുണ്ടോ? യഥാർത്ഥത്തിൽ ഗണേശനെ അങ്ങനെ പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറയാൻ പറ്റും. കാരണം നമുക്ക് പലപ്പോഴും അനുഭവമുള്ളതാണ്. പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും ഒരുപക്ഷെ സാധാരണ ആനകൾ അതാത് സ്ഥലത്തെ ആൾക്കാരുമായിട്ടായിരിക്കും കൂടുതൽ പരിചയമുള്ളത്. ശരിക്കും പുല്ലുകുളങ്ങര ഗണേശൻ എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്ത് ഇപ്പോൾ ഒരു ഉത്സവത്തിന് ചെന്നാലും അവിടുത്തെ ഉള്ള ആളുകളുമായിട്ടും ഏറ്റവും ചെറിയ കുട്ടികളുമായിട്ടും ആയാലും ഏറ്റവും അടുത്ത് ഇടപഴകാനായാലും ആർക്കും ഏത് സാന്ദ്രത്തിലായാലും എല്ലാവർക്കും ഇടപഴകാൻ പറ്റുന്ന ഒരു ആനയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് തന്നെ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ തെക്കൻ കേരളത്തിൻ്റെ ഒരു ഭാഗ്യം തന്നെയായിരുന്നു പുല്ലുകുളങ്ങര ഗണേശൻ. പിന്നെ വളരെ പേര് കേട്ടതാണല്ലേ പുല്ലുകുളങ്ങര ഗണേശൻ്റെ ഒരു രൂപത്തിൽ, അതുകൊണ്ട് ഭക്ഷണപ്രിയത്തിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ഭക്ഷണപ്രിയത്തെ പറ്റി ഞങ്ങളിങ്ങനെ ഒരു തമാശ രൂപ നേരത്തെ പറയാം. കാരണം ഒരു പഞ്ചായത്തിലെ തീറ്റയും ഒരു കിണറ്റിലെ വെള്ളവും ആനയ്ക്കുമാണ്. കാരണം അത്രമാത്രം ഭക്ഷണത്തിനോട് ഭയങ്കര പ്രിയമായിരുന്നു. വല്ലാത്തൊരു ഭക്ഷണപ്രിയം തന്നെയായിരുന്നു. കാരണം ഞങ്ങളെപ്പോഴും പറയും, കൂട്ടത്തിൽ നിൽക്കുന്ന ആനക്കാരിങ്ങനെ ഒരുപാട് തെങ്ങിൽ കയറി മടുക്കും ഇങ്ങനെയൊക്കെ. കാരണം അത്രയ്ക്ക് ഭക്ഷണം നല്ല ഭക്ഷണപ്രിയനായിരുന്നു ആനയ്ക്ക്. ആനയ്ക്ക് ഓല വെട്ടി ആനക്കാർ മടുക്കുന്നത് കൊണ്ടാണ് ഇവൻ്റെ കൂടെ നിൽക്കാൻ, അധികം സഹായികളായിട്ട് നിൽക്കാൻ പലരും മടിച്ചേക്കും എന്ന് പറയാം. മടിച്ചേക്കും അങ്ങനെ ഞങ്ങളൊരു തമാശ രീതിയിൽ പറയാറുണ്ട്. കാരണം അത്രത്തോളം ഭക്ഷണത്തിനോട് നല്ല പ്രിയമായിരുന്നു. ഇപ്പോൾ ഗണേശൻ നമ്മളോടൊപ്പം ഇല്ല. ഇപ്പോൾ ഈ ഗണേശനെ ഇപ്പം നമ്മുടെ ഈ ഒരു
ഏതാനും മണിക്കൂർ കൂടി കഴിഞ്ഞാൽ അവൻ ഗണേശന്റെ ഭൗതിക ശരീരം നമ്മുടെ ഭൂമിയിൽ നിന്ന് മാറുകയാണ്. വരും തലമുറയോട് നമ്മൾ ഗണേശനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്ക് അവനെ എന്തായിരുന്നു ഗണേശൻ എന്ന് പറഞ്ഞു കൊടുക്കണേ എങ്ങനെ പറയും രജിത്ത്? മൊത്തത്തിൽ ആനയുടെ ആ ഒരു സ്വഭാവവും ആനയുടെ രൂപവും, കാരണം ഞങ്ങൾ ഭക്ഷണം പോലെ തന്നെ പറയും, ഒരു റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ആ റോഡ് നിറഞ്ഞ് പോകുന്ന ഒരു രൂപവും ആനയുടെ. കാരണം സാധാരണ ഒരു ആൾക്ക് കാണുമ്പം ആനയെപ്പറ്റി കാണുമ്പം അത്ര മനോഹരമായിട്ട് തന്നെ അതിന് പ്രത്യേകിച്ച് അതിൻ്റെ ഇറങ്ങിയ കൈയും അതിൻ്റെ ശരീരവും. അപ്പോൾ ഒരു റോഡിൽ കൂടെ നടന്നു പോന്നു കഴിഞ്ഞാൽ മറ്റൊന്നും കാണത്തില്ല എന്ന് നമ്മൾ പറയും. കാരണം ആനയെ മാത്രം നമ്മൾ ശ്രദ്ധിക്കുന്ന രീതിയിൽ റോഡ് നിറഞ്ഞിരിക്കാൻ പോവുക.